Good morning students, I am Srilega. Welcome to IAS Maths Academy. Today we are discussing about 4th chapter, Mathematical Induction, that is the principle of mathematical induction. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ സെൻറ്റൻസ് ഇൻവോൾവിങ് നാച്ചുറൽ നമ്പേഴ്സ് ട്രൂ ആണോ ഫാൾസ് ആണോ. അത് സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇക്വേഷന് വരാം, ഇനിക്വേഷന് വരാം. ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ബൈ ദി മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ. എന്താണ് ഈ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ എന്ന് നോക്കാം. അതിൻ്റെ പ്രൊസീജിയറാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി എൻ എന്ന് കൺസിഡർ ചെയ്യും. പി എൻ എന്ന് കൺസിഡർ ചെയ്തിട്ട് അതിൽ ഇക്വേഷൻ n = 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. n = 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ n = 1 നമ്മൾ പ്രൂവ് ചെയ്ത് വയ്ക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് n = k ഈസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്താണ് വയ്ക്കുന്നത്. n = k ഈ ഇക്വേഷൻ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വയ്ക്കും. ഈ അസ്യൂം ചെയ്ത് വെച്ചതിന് ശേഷം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു പ്രൂവ് n = k + 1 ഈസ് ട്രൂ. ദാറ്റ് ഈസ് Pn is true for n = k + 1. n = k + 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രൂ ആയിരിക്കും. കാരണം നമ്മൾ ഈ റിസൾട്ടോടെ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. സോ n = k + 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? n = k ഈസ് ട്രൂ എന്ന് കിട്ടും. സോ ദി ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ ആൾ ദി നാച്ചുറൽ നമ്പേഴ്സ് 1 to k. ഇതാണ് നമ്മളെ പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരിക്കൽ കൂടെ പറയാം. എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനോ ഇനിക്വേഷനോ അതായത് സ്റ്റേറ്റ്മെൻറ്റിനെ പി എൻ എന്ന് കൺസിഡർ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് n = 1 ഈസ് ട്രൂ എന്ന് പ്രൂവ് ചെയ്യണം. മൂന്നാം സ്റ്റെപ്പ് അസ്യൂം ദ ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ n = k. നമ്മൾ അസ്യൂം ചെയ്ത് വയ്ക്കും. നാലാമത്തത് നമ്മൾ പ്രൂവ് ചെയ്യും. n = k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. നമുക്കൊരു ഇക്വേഷൻ എടുത്ത് അത് പ്രൂവ് ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ എടുക്കാം. 1³ + 2³ + 3³ + etc. + n³ = n × n + 1/2 the whole square. അപ്പം നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഒരു ഫോർമുലയും കൂടെയാണ്. എന്താണ്? സം ഓഫ് ഫസ്റ്റ് ആൻഡ് ക്യൂബിക് നമ്പർ ഇസ് n × n + 1/2 the whole square. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൺസിഡർ പി എൻ എസ്. ഇക്വേഷൻ ഇസ് പി എൻ എന്ന് കൺസിഡർ ചെയ്യണം. കൺസിഡർ ദി ഇക്വേഷൻ ആസ് പി എൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് n = 1. ഈ ഇക്വേഷനിൽ n = 1 കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് LHS ഉണ്ട്, RHS ഉണ്ട്. അപ്പോൾ n = 1 കൊടുക്കുമ്പോൾ LHSലും കൊടുക്കണം, RHSലും കൊടുക്കണം. n 1 കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 1³ എന്ന് കിട്ടും. അതായത് നമ്മൾ n = 1 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഫസ്റ്റ് ടൈം ആയിരിക്കും. ഏത് ഇക്വേഷനായാലും തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പ് n = 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് അത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് 1³ ഈക്വൽസ്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് RHSൽ 1 കൊടുക്കണം. ദാറ്റ് ഈസ് 1 × 1 + 1/2 the whole square. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 1 × 1 + 1 എന്ന് പറയുന്നത് 2/2 the whole square ആണ്. സോ 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ നമുക്കിവിടെ ഇപ്പോൾ എന്ത് കിട്ടി? 1³ = 1. ദാറ്റ് ഈസ് 1 = 1. Therefore n = 1 is true. നമുക്കിപ്പോൾ
ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ n is equal to 1 എന്ന് കിട്ടി. അപ്പോൾ അതാ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഒന്നുമില്ല, എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം n is equal to 1 ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും കൊടുക്കണം. LHS കൊടുക്കുമ്പോൾ 1 is equal to ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടും, ദാറ്റ് ഈസ് 1 ക്യൂബ് എന്ന് പറയുന്ന 1 ആയി. ഈ സൈഡിൽ RHS കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, n-ന് 1 കൊടുക്കുമ്പോൾ 1 × 1 + 1/2 the whole square. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിരിക്കും എപ്പോഴും നമുക്ക് LHS RHS ഈക്വലായിട്ട് വരും. അതിലേക്ക് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കരുതി ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കൂ. രണ്ടാമത്തെ നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷൻ assume the equation is assume Pn is true for n is equal to k. n is equal to k ക്ക് ഇത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ ഗിവൺ ഇക്വേഷനിൽ എണ്ണുള്ളിടത്തൊക്കെ k കൊടുത്ത് എഴുതുക. ദാറ്റ് ഈസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ n ക്യൂബാണ്. സോ n-ന് k കൊണ്ട് കൊടുത്താൽ k ക്യൂബ് എന്ന് കിട്ടും. ഇനി ഈ സൈഡിലാണെങ്കിലോ k × k + 1/2 the whole square. തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയി കഴിഞ്ഞു. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു, ഇവൻ ഇക്വേഷനിൽ n-ന് പകരം k കൊടുത്തു, ഇക്വേഷൻ എഴുതി. തേർഡ് സ്റ്റെപ്പ്, ടു പ്രൂവ് n is equal to k + 1 is true. നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇക്വേഷൻ k + 1-ന് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമുക്കൊന്നു കൊടുക്കാം, k + 1 ടേം ആഡ് ചെയ്യും. നോക്കാം എങ്ങനെയാണ്. ഇതിൻ്റെ k + 1 ടേം കാണണം. ഇവിടെ nth ടേം എന്ന് പറയുന്നത് n ക്യൂബാണ്. അപ്പോൾ kth ടേം ഇവിടെ k ക്യൂബ്. അപ്പോൾ k + 1 ടേം എന്ന് പറയുമ്പോൾ n-ന് k + 1 കൊടുത്താൽ മതി, ദാറ്റ് ഈസ് k + 1 the whole cube. ഈ ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 1-ൻ്റെ ബോത്ത് സൈഡിൽ നമ്മൾ ഈ ടേം, അതായത് k + 1 ടേം ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ k ക്യൂബ് ഉണ്ട് പ്ലസ് k + 1 ഹോൾ ക്യൂബ് ഈക്വൽസ് k × k + 1/2 the whole square plus k + 1 the whole cube. നെക്സ്റ്റ് നമുക്ക് ഇവിടെ 1 തൊട്ട് kth ടേം വരെയുള്ള സം എന്ന് പറയുന്നത് k × k + 1/2 the whole square. അതായത് 1 തൊട്ട് n വരെയുള്ള ടേമിൻ്റെ സം എന്ന് പറയുന്നത് n × n + 1/2 the whole square. അപ്പോൾ k + 1 ആണെങ്കിലോ ഈ n ഉള്ളിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, k + 1 കൊടുത്താൽ മതി. അതായത് ഇത് 1 തൊട്ട് k + 1 വരെയുള്ള ടേമിൻ്റെ സം എന്ന് പറയുന്നത് ഇവിടെ k + 1 RHS-ൽ k + 1 കൊടുത്ത് എഴുതിയാൽ അതെടുത്ത് നമ്മൾ ഇവിടെ എഴുതുന്നു. ദാറ്റ് ഈസ് k + 1 × k + 1 + 1 the whole square /2 the whole square ഈക്വൽ ടു, നമ്മൾ ഇനി ഈ സൈഡ് സിംപ്ലിഫൈ ചെയ്ത് രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് k² × k + 1 the whole square /4 plus k + 1 the whole cube. ഇവിടെ ആണെങ്കിൽ എന്ത് കിട്ടും, k + 1 the whole square ഇങ്ങോട്ട് എടുക്കുന്നു. ഇവിടെ k + 1 + 1 that is k + 2 the whole square /4. ഇനി നിങ്ങൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംഗിൾ ഫാക്ടർ ആക്കണം. ദാറ്റ് ഈസ് k² × k + 1 the whole square plus 4 ഇങ്ങോട്ട് എടുക്കുക, 4 × k + 1 the whole cube divided by 4. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കണം, ഒന്ന് കമ്പയർ ചെയ്തോണം. ഇവിടെ k + 1 the whole square, k + 2 the whole square /4 ആണ്. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ കൊണ്ടുവരണം. സോ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ള കോമൺ ഫാക്ടേഴ്സ് പുറത്തെടുക്കുക. എന്ത് പറ്റും, ഇവിടെ k + 1 the whole square പുറത്തെടുക്കാൻ പറ്റും. ബാക്കി ഇവിടെയുള്ളത് ഈ ഫസ്റ്റ് ടേമിലുള്ളത് k + 1 the whole square പോയാൽ k². ഇവിടെ k + 1 the whole square ആണ് നമ്മൾ
കോമൺ ആയിട്ട് എടുത്തത്. ബാക്കിയുടെ 4 ഇൻറ്റു കെ പ്ലസ് 1 ഉണ്ട്. കാരണം കെ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു കെ പ്ലസ് 1 കോമൺ എടുക്കാം. ദാറ്റ് ഈസ് 4 ഇൻറ്റു കെ പ്ലസ് 1 ബൈ 4. ഇത് എക്സ്പാൻഡ് ചെയ്താൽ കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 എന്ന് വരും. അതെന്ന് പറയുന്നത് കെ പ്ലസ് 2ൻ്റെ എക്സ്പാൻഷൻ അല്ലേ. കെ പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? കെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കെ ഇൻറ്റു 2 ദാറ്റ് ഈസ് 4k പ്ലസ് 4. സോ ദിസ് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് LHS ഇസ് ഈക്വൽ ടു RHS എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ലാസ്റ്റിൽ എഴുതണം, എന്ത് എഴുതണം? Therefore n is equal to k plus 1 is true. Therefore equation is true for, നമ്മൾ assume ചെയ്തു n is equal to k. Therefore the given equation is true for n all the natural number. n belongs to capital N. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പും പ്രൂഫും. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കാം. നമുക്ക് എന്താണ് തന്നിരിക്കുന്ന ഇക്വേഷനെ Pn എന്ന് കൺസിഡർ ചെയ്താൽ ഈ Pn ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഫസ്റ്റ് n is equal to 1 is true എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തത് n is equal to k is true എന്ന് അസ്യൂം ചെയ്ത് വയ്ക്കണം. മൂന്നാമത്തത് n is equal to k plus 1 is true എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് n is equal to 1 is true എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം n is equal to 1-ന്. അപ്പോൾ ഇവിടെ LHSൽ എപ്പോഴും ഫസ്റ്റ് ടൈമേ കിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം അതുപോലെ എഴുതുക. RHSൽ n-ന് പകരം 1 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. അപ്പോൾ ബോത്ത് സൈഡും ഈക്വൽ എന്ന് കിട്ടും. Therefore n is equal to 1 is true എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ n is equal to k. ദാറ്റ് ഈസ് Pn is true for n is equal to k. അതിനുവേണ്ടി നമ്മൾ ഗിവൺ ഇക്വേഷനിൽ n ഉള്ളിടത്തെല്ലാം k കൊടുക്കുക. കാരണം n is equal to k ആണ്. അപ്പോൾ ഈ ഗിവൺ ഇക്വേഷനിൽ n ഉള്ളിടത്തൊക്കെ k കൊടുത്ത് എഴുതുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ടു പ്രൂവ് n is equal to k plus 1 is true. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് k plus 1 ട്രൂ ആണെന്ന്. അതിനുവേണ്ടി നമ്മൾ ഈ എഴുതി വെച്ച k അസ്യൂം ചെയ്ത് വെച്ച ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ബോത്ത് സൈഡിലും k plus 1 ടേം ആഡ് ചെയ്യണം. k plus 1 ടേം എങ്ങനെ കിട്ടും? ഇവിടെ കിടക്കുന്ന എന്ത് ടേമിൽ k plus 1 കൊടുത്താൽ നിങ്ങൾക്ക് k plus 1 ടേം കിട്ടും. അത് രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സൈഡിൽ നമുക്ക് കൊടുക്കേണ്ടത് തന്ന ഗിവൺ ഇക്വേഷൻ്റെ RHSൽ n-ന് പകരം k plus 1 കൊടുത്ത് എഴുതി വയ്ക്കും. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമുക്കുള്ള സൗകര്യം രണ്ട് സൈഡും ഈക്വലായിട്ട് കൊണ്ടുവന്നാൽ മതി. നമുക്ക് ഇപ്പോഴേ ആൻസർ ആയി കഴിഞ്ഞപ്പോൾ ഈ സൈഡ് കിട്ടേണ്ട ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. മനസ്സിലായല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് സിംപ്ലിഫൈ ചെയ്യും. RHSനെ സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷനാണ്, ഇവിടെ ഒരു അല്ലാത്തൊരു ടേമാണ്. അപ്പോൾ ഇത് രണ്ടും സിംഗിൾ ഫ്രാക്ഷനാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. വീണ്ടും എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എക്സ്പാൻഡഡ് ഫോം അല്ല, ഫാക്ടറൈസേഷൻ ഫോമാണ്. അതുകൊണ്ട് നമ്മൾ കോമൺ ഫാക്ടേഴ്സിനെ പുറത്തെടുക്കണം. അതായത് ഇവിടെ k plus 1 ഹോൾ സ്ക്വയർ രണ്ടിടവും കോമൺ ആണ്. k plus 1 ഹോൾ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? ഇവിടെ k സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ഒരു 4 ഇൻറ്റു k plus 1 എന്ന് കിട്ടും. സോ അതെഴുതി. ദാറ്റ് ഈസ് 4 ഇൻറ്റു k plus 1 എക്സ്പാൻഡ് ചെയ്താൽ k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 എന്ന് കിട്ടും. ഇത് k plus 2 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്. സോ അതിന് നമുക്ക് എന്ത് എഴുതാം? k plus 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ RHSും LHSും രണ്ടും ഈക്വലായി കിട്ടി. സോ LHS ഈക്വൽ ടു RHS ലാസ്റ്റിൽ എഴുതണം. അപ്പോൾ നമുക്കിവിടെ P ഈക്വൽ ടു k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അസ്യൂം ചെയ്തേക്കുന്ന n is equal to k യും ട്രൂ ആണ്. സോ ദി ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ n is equal to k plus 1. Therefore it is true for n is equal to k. Therefore the equation is true for all the natural number belongs to n. മനസ്സിലായോ? ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ സെക്കൻഡ് ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഇപ്പോൾ പറഞ്ഞതാണ്, അതിൽ ഇക്വേഷന് വരാം, ഇനിക്വേഷന് വരാം. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ടൈപ്പിൽ ക്വസ്റ്റ്യൻ, ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ n പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n is divisible by 4.
സ്റ്റെപ്പ് എല്ലാം ഇവിടെയും അത് തന്നെയാണ്. ഫസ്റ്റിൽ n is equal to 1 is true എന്ന് പ്രൂവ് ചെയ്യും. പിന്നെ n is equal to k അസ്യൂം ചെയ്ത് വയ്ക്കും. അടുത്ത തേർഡ് സ്റ്റെപ്പ് n is equal to k plus 1 ട്രൂ എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 7 raised to n minus 3 raised to n is divisible by 4. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? n is equal to 1 പ്രൂവ് ചെയ്യാം. ദാറ്റ് ഈസ് പുട്ട് n is equal to 1. ദാറ്റ് ഈസ് 7 raised to 1 minus 3 raised to 1 ഈക്വൽ ടു എത്ര കിട്ടും? 4. 4 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. therefore എന്ത് വരും? ഇറ്റ് ഈസ് divisible by 4 എന്ന് വരും. which implies it is divisible by 4. therefore നമുക്ക് എന്ത് കിട്ടി? n is equal to 1 is true എന്ന് കിട്ടി. therefore n is equal to 1 is true. നമുക്കിപ്പോൾ n is equal to 1 ട്രൂ എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ സാധാ സ്റ്റെപ്പിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? n is equal to kക്ക് അസ്യൂം ചെയ്ത് വയ്ക്കും ട്രൂ ആണെന്ന്. ദാറ്റ് ഈസ് 7 raised to k minus 3 raised to k is divisible. assume ചെയ്യണം. assume that 7 raised to k minus 3 raised to k is divisible by 4. 7 raised to k minus 3 raised to k is divisible by 4 എന്ന് അസ്യൂം ചെയ്ത് വെക്കണം. ദെൻ ടു പ്രൂവ് ലാസ്റ്റിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നു. എന്താണ്? 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4 എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് k plus 1 ടേമൊന്നും ആഡ് ചെയ്യാനൊന്നും അല്ല ഇതിന് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം ഫാക്ടറൈസേഷൻ വെച്ച്. എങ്ങനെ കിട്ടും? എക്സ്പോണൻഷ്യൽ, ദാറ്റ് ഈസ് 7 raised to k plus 1 എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ്പോണൻഷ്യൽ വെച്ച് 7 raised to k into 7 എന്ന് എഴുതാം. അതുപോലെ ഇതിനെയോ 3 into 3 raised to k or 3 raised to k into 3. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു ടേം ആഡ് ചെയ്യുകയും വേണം, സബ്ട്രാക്റ്റ് ചെയ്യുകയും വേണം. അത് ഏത് ടേം എന്നറിയുന്നത് ഇവിടെ നമുക്ക് 7 raised to k കഴിഞ്ഞ് ബാലൻസ് ഉള്ള നമ്പറും അടുത്ത് നമ്മൾ സെക്കൻഡ് ടേമും ദാറ്റ് ഈസ് 3 raised to k. ഇങ്ങനെ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു ടേം എന്ത് ചെയ്യണം? ആഡും ചെയ്യണം, സബ്ട്രാക്റ്റും ചെയ്യണം. സോ നമുക്കത് ഒന്ന് ആഡ് ചെയ്യാം. ഇൻറ്റു 7 പ്ലസ് മൈനസ് ആദ്യം സബ്ട്രാക്റ്റ് ചെയ്യണം. കാരണം നമുക്ക് കോമൺ എടുക്കുമ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് സൈനാണ്. അതുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് സബ്ട്രാക്റ്റ് ചെയ്യുക, സെക്കൻഡിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 7 into 3 raised to k എന്നൊരു ടേം സബ്ട്രാക്റ്റ് ചെയ്തു. വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ആഡും ചെയ്തു. ലാസ്റ്റ് ടേം എഴുതിയതുപോലെ. ഇനി രണ്ട് ടേം വീതം കമ്പൈൻ ചെയ്ത് കോമൺ ഫാക്ടർ എടുക്കുക. ദാറ്റ് ഈസ് ഇവിടെ എത്ര കിട്ടും? ഇവിടെ 7 കോമൺ ഉണ്ട്. 7 into 7 raised to k minus 3 raised to k പ്ലസ് ഇവിടെ 3 raised to k ആണ് കോമൺ ഫാക്ടർ. ദാറ്റ് ഈസ് 3 raised to k എടുത്താൽ ഇവിടെ 7 minus 3. ഇനിയാണ് നമ്മൾ അസംഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? 7 raised to k minus 3 raised to k is divisible by 4. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 7 into divisible by 4 പ്ലസ് 3 raised to k ഇവിടെ എന്ത് കിട്ടി? 7 minus 4. അപ്പോൾ ഇവിടെ ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ. സോ ദിസ് ടൈം ഈസ് ആൾസോ divisible by 4. ഇവിടെയും divisible by 4. സോ divisible by 4 പ്ലസ് divisible by 4. രണ്ട് ടേമുകൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവയുടെ സമ്മിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു divisible by 4. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്, ക്വസ്റ്റ്യനാണ്. പക്ഷേ നമുക്ക് ഈ മെത്തേഡ് ഒരു കുറച്ച് ന്യൂ ആണ്. എന്താണ്? ഇവിടെ ഒരു ടേം ആഡ് ചെയ്ത് സബ്ട്രാക്റ്റ് ചെയ്താണ് നമ്മളിതിനെ k plus 1 പ്രൂവ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസമാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റീജർ n പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n is divisible by 4. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയും. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ്?
n is equal to 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. രണ്ടാമത് n is equal to kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് വയ്ക്കും. മൂന്നാമത് n is equal to k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ n is equal to 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ put n is equal to 1. എന്ത് കിട്ടും? 7 raised to 1 minus 3 raised to 1 is equal to 7 minus 3 ആണ് is 4. 4 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് 4. So it is divisible by 4. Therefore equation is true for n is equal to 1. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്ത് വെക്കുന്നു. കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് 7 raised to k minus 3 raised to k is divisible by 4. നമ്മൾ എന്നിന് പകരം k കൊടുത്ത് എഴുതി. അത് divisible by 4 ആണെന്ന് അസ്യൂം ചെയ്തു. അടുത്ത് k plus 1 n is equal to k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഗിവൺ ഇക്വേഷനിൽ എന്നിന് k plus 1 കൊടുത്തെഴുതുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ എക്സ്പൊണൻഷ്യൽ വെച്ചൊന്നു എഴുതുന്നു, ഫാക്ടർ ആയിട്ട് എഴുതുന്നു. ദാറ്റ് ഈസ് a raised to m into a raised to n ആണ് a raised to m plus n എന്ന് എഴുതുന്നത്. ഇവിടെ നമ്മൾ a raised to m plus n ഫോമിൽ കിടക്കുന്നു. തിരിച്ച് a raised to m into a raised to n എന്ന ഫോമിൽ എഴുതുന്നു. ദാറ്റ് ഈസ് 7 raised to k into 7 raised to 1. ദാറ്റ് ഈസ് 7 raised to k into 7. ഇവിടെ സെയിം എക്സ്പൊണൻഷ്യൽ തന്നെയാണ് a raised to m plus n. ദാറ്റ് ഈസ് a raised to m into a raised to n. That is 3 raised to k into 3 raised to 1. That is 3 raised to k into 3. ഇനി നമുക്ക് ഇവിടെ ഒരു ടേം ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താണ് നമ്മൾ ഗിവൺ നമുക്ക് ആവശ്യമായ സ്റ്റെപ്പിലോട്ട് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടേം എങ്ങനെ എടുക്കാം? അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ ഈ 7 ഇവിടുത്തെ നമുക്ക് ഗിവൺ ഇക്വേഷൻ്റെ ഫസ്റ്റ് ടേം പോയിട്ട് ബാലൻസ് എടുക്കുന്ന നമ്പറും സെക്കൻഡ് ടേമും കൂടെ ചേരുന്ന ഒരു ടേം ആഡ് ചെയ്യുകയും വേണം, സബ്ട്രാക്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടുത്തെ മിഡിൽ സൈൻ നോക്കണം. മൈനസ് ആണെങ്കിൽ ആദ്യം സബ്ട്രാക്ട് പിന്നെ ആഡ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ആദ്യം ആഡ് പിന്നെ സബ്ട്രാക്ട്. അപ്പോൾ ഇവിടെ ഞാൻ സബ്ട്രാക്ട് ചെയ്തത് 7 3 raised to k ആഡ് ചെയ്തതും അത് തന്നെയാണ്. സെയിം ടേം സബ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ രണ്ടെണ്ണം വീതം കമ്പൈൻ ചെയ്ത് കോമൺ ഫാക്ടർ പുറത്തെടുക്കണം. സോ ഇവിടെ നമുക്ക് 7 ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. 7 എടുക്കുമ്പോൾ ഇവിടെ 7 raised to k minus 3 raised to k എന്ന് വരും. അതായത് നമ്മൾ അസൈൻ ചെയ്ത് വെച്ച സ്റ്റെപ്പ് കിട്ടും. ഇനി അടുത്ത് ഈ രണ്ട് ടേമും കൂടി എടുക്കുമ്പോൾ 3 raised to k കിട്ടും. ദാറ്റ് ഈസ് 3 raised to k into 7 minus 3. 7 minus 3 4 ആണ്. ഇവിടെ നമ്മൾ അസൈൻ ചെയ്ത് വെക്കുന്ന വാല്യൂ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദിസ് ടേം ഈസ് divisible by 4 പ്ലസ് 3 raised to k into 4. അപ്പോൾ ഇവിടെയും divisible by 4 ആയി. ഇവിടെ ഒരു 4 മൾട്ടിപ്പിളാണ്. സോ ഇറ്റ് ഈസ് ആൾസോ divisible by 4. So sum is also divisible by 4. Therefore the equation is divisible by 4. Therefore equation is true for n is equal to k plus 1. Therefore it is true for n is equal to k. So the equation is true for all the natural number set. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ രണ്ട് ക്വസ്റ്റിനും നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലായെങ്കിൽ ഇതിലുള്ള എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.